ദില്ലിയിലെ തെരുവുനായ ശല്യത്തിന്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ രൂക്ഷമാണ് ദില്ലിയിൽ തെരുവുനായ ശല്യം. തെരുവുനായ ആക്രമണവും പേവിഷബാധയും വർദ്ധിക്കുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോഴും തെരുവുനായകളെ പിടികൂടരുതെന്ന ആവശ്യവുമായി മൃഗസ്നേഹികൾ ഒരു ഭാഗത്തുണ്ട്. ദില്ലിയിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദിൽ പാലോട് ചേരുന്നു ദില്ലിയിൽ നിന്നും. ആദിൽ, നമ്മുടെ നാട്ടിലെ തെരുവുനായ്ക്കളെ കുറിച്ച് ദിവസങ്ങളോളം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദില്ലിയിലെ സാഹചര്യം അതിരൂക്ഷമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അവിടെ മൃഗസ്നേഹികളും ധാരാളമാണല്ലേ? വല്ലാത്തൊരു പ്രതിസന്ധി അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ ആദിൽ? 100% അങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി കൂടി കാണിച്ചു തരാം. കേരള ഹൗസാണ്, ദില്ലിയിലെ ജന്തർ മന്ദർ റോഡിലെ കേരള ഹൗസാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. കേരള ഹൗസിന്റെ ബോർഡ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാകും. ആ കേരള ഹൗസിന്റെ തൊട്ടടുത്ത സ്ഥിതി തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് നായകളെ ഇവിടെ നിന്നും ആളുകൾ ഈ MCD കോർപ്പറേഷന്റെ ജീവനക്കാരെത്തി പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണിക്കൂ. ഇവിടെ ആളുകൾക്ക് ശരിക്കും നമുക്ക് തന്നെ നടന്നു പോകാൻ ഭയം തോന്നുന്ന സാഹചര്യമാണ്. തെരുവുനായകളാണ് ഇവിടെ ആകെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മുഴുവൻ തെരുവുനായകളാണ്. 100 കണക്കിന് തെരുവുനായകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും തെറ്റ് വരില്ല എന്നുള്ളതാണ്. തെരുവുനായകളെ നമുക്ക് ഇവിടെ ഒരെണ്ണത്തിന് കാണാം. ഈ രൂപത്തിൽ തെരുവുനായകളുടെ ഒരു വിഹാര കേന്ദ്രമായി കേരള ഹൗസിന്റെ തൊട്ടടുത്തുള്ള ഭാഗം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. റോഷനി, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെതായ ഭയമുണ്ട്. എന്തുകൊണ്ട് ഈ തെരുവുനായകൾ ഈ രൂപത്തിൽ കൂടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവും ഇവിടെ ഉണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാം. കൃത്യമായ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് സുപ്രീം കോടതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് കൃത്യം യാഥാർത്ഥ്യത്തോട് നിരക്കുന്ന സമീപനവും നിരീക്ഷണവും തന്നെയാണ്. ഈ വേസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വേസ്റ്റ് ഇട്ടിരിക്കുന്നത് ആളുകൾ വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ വേസ്റ്റ് മാലിന്യം കൊണ്ട് തള്ളുന്നു. അതുകൊണ്ട് ഈ രൂപത്തിലാണ്, ഈ രൂപത്തിൽ മുഴുവൻ വേസ്റ്റും കൊണ്ട് തള്ളുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ്. തെരുവുനായകൾ ഈ ഭാഗത്തൊക്കെ തെരുവുനായകളെ കാണാം. അവിടെ ഒരു തെരുവുനായയെ കാണുന്നു. ഈ രൂപത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് തെരുവുനായകളുടെ ഈ ആക്രമണത്തിൽ, പേവിഷബാധയിൽ. രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ചില കണക്കുകൾ കൂടി നമ്മൾ ശേഖരിച്ചിരുന്നു. ആ കണക്കുകൾ പറയുകയാണെങ്കിൽ ഈ വർഷം ഇതുവരെ 26,000 തെരുവുനായകളുടെ ആ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. നേരിട്ട് പ്രേക്ഷകർക്ക് കാണാനും കഴിയുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ്. 26,000 നായകടികൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വർഷം ഇതുവരെ എന്നതാണ് നിലവിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. 5.5 ലക്ഷം തെരുവുനായകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് 2009 കണക്ക്. ഇപ്പോൾ 16 വർഷം കഴിയുമ്പോൾ അത് 10 ലക്ഷമായി ഉയർന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത് കോർപ്പറേഷനും കേന്ദ്ര സർക്കാരും. അങ്ങനെയെങ്കിൽ 500 പട്ടികൾക്ക് ഒരു ഷെൽട്ടർ എന്ന കണക്കിൽ കൂട്ടുകയാണെങ്കിൽ 2000 ഷെൽട്ടറുകൾ വേണം എന്നുള്ളതാണ്. ഇവിടെ ദില്ലി പോലീസിന്റെ വാഹനങ്ങളൊക്കെ കാണാം. ഈ രൂപത്തിലാണ് ഇവിടുത്തെ സാഹചര്യം. തെരുവുനായകൾ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇവിടെ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ടാണ് ഈ തെരുവുനായകളെ അടിയന്തരമായി ഇവിടെ നിന്ന് നീക്കണം, 8 ആഴ്ചക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഏതായാലും ഇവിടെ കേരള ഹൗസിന്റെ തൊട്ടടുത്തുള്ള ഭാഗമാണ്. കേരള ഹൗസിന് മീറ്ററുകൾ മാത്രം അടുത്തുള്ള ഭാഗമാണ്. മറ്റൊരു തെരുവുനായ പോകുന്നത് കാണാം. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. 10 ലക്ഷത്തോളം തെരുവുനായകൾ ദില്ലി രാജ്യ തലസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഉള്ള കണക്ക്. ഏതായാലും അത് കൂടാനേ തരമുള്ളൂ. 2009 നടത്തിയ കണക്കനുസരിച്ചാണ് 5.5 ലക്ഷം എന്നുള്ളത്. അത് കൂടാനേ സാധ്യതയുള്ളൂ. മാത്രമല്ല ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് ഈ രൂപത്തിലാണ് സൂക്ഷിക്കണമെന്നേ പറയാനുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ തന്നെ സൂക്ഷിക്കണം. ചുറ്റും തെരുവുനായകളാണ്. അത്രത്തോളം ആക്രമിക്കാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന തെരുവുനായകൾ. രാജ്യ തലസ്ഥാനത്തെ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.